വെൽക്കം ബാക്ക് അവലിടം ബൈ നീതു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മലരുണ്ടയാണ്. ഇതൊരു നാടൻ സ്നാക്സ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനായിട്ട് ഞാനിവിടെ മലരെടുത്തിട്ടുണ്ട്. ഒരു ബൗള് നിറയെ മലരെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങ ചിരകിയത് വേണം. അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര വേണം. ശർക്കര ഇപ്പം ഞാനിവിടെ 2 അച്ച് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ മലരൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഈ മലര് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. കാരണം ഇളക്കലൊന്ന് മാറിക്കഴിഞ്ഞാൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. അടിയിലുള്ളത് മാത്രം കരിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ തീയിലിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ കളറ് മാറാതെ തന്നെ നമുക്ക് അത് വറുത്തെടുക്കാം. പാകമായി എന്ന് മനസ്സിലാക്കാൻ ഒരെണ്ണം എടുത്ത് കടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറു ചൂടോട് കൂടി വേണം ഇട്ട് കൊടുക്കാൻ. നല്ലപോലെ ചൂടാറരുത്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതപ്പോൾ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോഴേക്കും ക്യാമറ ഓഫായിപ്പോയി. എൻ്റെ ശർക്കരയും കൂടെ ഇതിനകത്തിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ എത്ര ചേർക്കണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതും കൂടെ മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അതേപോലെ കുഴഞ്ഞായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ കുഴഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഉരുട്ടാനായിട്ട് കഴിയുള്ളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുക. നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിത് ഉരുള പിടിക്കാം. ഉരുളയുടെ വലുപ്പം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഞാൻ നല്ലപോലെ ഉരുള പിടിച്ച് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ എല്ലാതും ഉരുളയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ബൗള് മലര് കൊണ്ട് 6 ഉണ്ടയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇതാ സ്നാക്സ് റെഡിയായി. എടിപിടി എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.